ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യത വീട്ടാമെന്ന KPCC നേതൃത്വത്തിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് കുടുംബം. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. 2.5 കോടി രൂപയുടെ ബാധ്യത വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിച്ചുവെന്ന് മരുമകൾ പത്മജ പറഞ്ഞു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും പത്മജ. അവർ ജൂൺ 30 എല്ലാ പ്രശ്നങ്ങളും തീർത്തരാന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റ MLA സിദ്ദീഖും ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ടാണ് കൽപ്പറ്റ രാജീവ് എന്ന് പറഞ്ഞ വക്കീലിൻ്റെ അടുത്ത് നിന്ന് എഗ്രിമെന്റ് എഴുതിയത്. ഇന്റർനാഷണൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലൊരു ധാരണാപത്രം ഉണ്ടാക്കുകയും അതിനകത്ത് നമ്മൾക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജൂൺ 30 തീർത്തു തരാമെന്നും പറഞ്ഞു. പക്ഷേ ജൂൺ 30 കഴിഞ്ഞു, ജൂലൈ 30 കഴിഞ്ഞു. ആ ഒരു പ്രശ്നത്തിന് പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാൻ പോയില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് അസുഖമാവുകയും സ്ട്രോക്ക് വരികയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 10 ദിവസം ചികിത്സയിലുമായിരുന്നു. എഗ്രിമെന്റ് അന്ന് കൽപ്പറ്റ MLA ആയിരുന്നു നമ്മളെടുത്ത് പറഞ്ഞത്, നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ അതിൻ്റെ ഒരു ഇത് വേണ്ട, വക്കീലിൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു ഫോട്ടോ പോലും അതിൻ്റെ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കൽപ്പറ്റ വക്കീലിൻ്റെ ഓഫീസിൽ പോയിട്ട് എഗ്രിമെന്റിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ, അതായത് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ MLAയുടെ PA ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആൾ വന്ന് മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ അറിയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും അത് ചീറ്റിംഗ് ആയിരുന്നു. വക്കീൽ വിചാരിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അതുകൊണ്ടാണ് ഒരു മാസമായിട്ടും ഞങ്ങളൊന്നും ചോദിച്ച് പോവാണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ദീഖ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ ഓഫീസിൽ പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് KPCCയിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ആ എഗ്രിമെന്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, വീണ്ടും നേതൃത്വം NM വിജയന്റെ കുടുംബത്തെ ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് തന്നെയാണോ അവർ പറയുന്നത്? അമൃത, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് NM വിജയന്റെ മരുമകളായിട്ടുള്ള പത്മജ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് KPCC നേതൃത്വം NM വിജയന്റെ ബാധ്യത തീർക്കാമെന്ന് പറയുകയും അത് എഗ്രിമെന്റ് ആക്കുകയും ചെയ്തു. എന്നാൽ T സിദ്ദിഖ് MLAയുടെ PA വന്ന് ഈ എഗ്രിമെന്റ് വാങ്ങിക്കൊണ്ടുപോവുകയും അത് ഇവരെ അറിയിക്കില്ല എന്നുള്ളതുമാണ് ഇവർ പറയുന്നത്. ഈ ബാധ്യത ഇപ്പോഴും ഇവരുടെ വീടിന്റെ പട്ടയം ഉൾപ്പെടെ ബത്തേരിയിൽ പണയം വെച്ചിരിക്കുകയാണ്. ഈ പട്ടയം എടുത്തു തരാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ പത്മജ ഇപ്പോൾ പറയുന്നത്. ഈ പത്മജയുടെ ഭർത്താവ് ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ മാനസികമായിക്കൊണ്ട് പ്രയാസം അനുഭവിക്കുകയും അദ്ദേഹം രോഗമായി ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്നാണെന്നാണ് പത്മജ പറയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് അടിവരയിട്ട് പറയുകയാണ് പത്മജ. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഉണ്ടായ ജോസ് നല്ലയിടത്തിന്റെ ആത്മഹത്യ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് പത്മജ പറയുന്നത് പാർട്ടിയിൽ കള്ളന്മാർ വെള്ളയും ഇട്ട് നടക്കുന്നു, പാവപ്പെട്ടവർ ബലിയാടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്.